പരുന്തുംപാറ കയ്യേറ്റം സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് വാർത്ത നിയമസഭയിൽ ഉന്നയിക്കുകയാണ് വാഴൂർ സോമൻ MLA. ഒരു വർഷം മുൻപ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് അന്ന് നടപടി ആവശ്യപ്പെട്ടതാണ് എന്നും പക്ഷേ അത് ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നു. കയ്യേറ്റം സംബന്ധിച്ച വിഷയത്തിൽ തങ്ങളെ ചെളിവാരി എറിയാൻ ശ്രമം നടക്കുകയാണ് എന്നും വാഴൂർ സോമൻ ആരോപിച്ചു. കയ്യേറ്റക്കാരെ വെച്ചുപൊറുപ്പിക്കില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ മറുപടി നൽകിയത്. എന്റെ മണ്ഡലത്തിലാണ് 1978 പട്ടയം കിട്ടിയ 2 ഏക്കർ സ്ഥലം എനിക്കുമുണ്ട്. അവിടെ കയ്യേറ്റങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വർഷത്തിന് മുൻപ് താലൂക്ക് സഭയിൽ CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ആളുകൾ ഒന്നടങ്കം ഞങ്ങൾ ഏവരും ചേർന്ന് നടപടി സ്വീകരിക്കണമെന്ന് തഹസിൽദാരോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അതിന് സമയത്ത് നടപടി ഉണ്ടായില്ല. ഈ 3.5 വർഷക്കാലത്തിനുള്ളിൽ 5ാമത്തെ തഹസിൽദാരാ പീരുമേട്ടിലിരിക്കുന്നത്, 5ാമത്തെ LR തഹസിൽദാരാ പീരുമേട്ടിലിരിക്കുന്നത്, 4ാമത്തെ LA തഹസിൽദാരാ പീരുമേട്ടിലിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായി ഞങ്ങളെ കൂടെ ചെളിവാരി എറിയുന്ന ഒരു സമീപനം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്തണം. കേരളത്തിൽ കുടിയേറ്റക്കാരായ, സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ. എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചു പൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഏതർത്ഥത്തിലും അളവിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിനൊരു കോംപ്രമൈസും ഇല്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ചിലരൊക്കെ മാറി വന്നത് HRMS-ന്റെ പേരിൽ, ഓൺലൈനിന്റെ പേരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് ക്യൂ ലിസ്റ്റ് അനുസരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ അവസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ആര് മാറുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് കൃത്യമായി അതിന്റെ നിലപാട് പറയാം. ഒരു കയ്യേറ്റക്കാരനെയും ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എവിടെയാണെങ്കിലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ IPC 144 പ്രകാരം, ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 166 പ്രകാരം സാർ ഈ സ്ഥലത്ത് 2 മാസക്കാലത്തേക്കുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാളെയും നീ അങ്ങോട്ട് കിടക്കാൻ അനുവദിക്കില്ല. എന്ന് മാത്രമല്ല 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ, പീരുമേട് താലൂക്കിൽ ഒഴികെയുള്ള 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം പ്രത്യേകമായി നിശ്ചയിച്ചു. അവിടെ ആ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അമൽ തേനമ്പറമ്പിൽ, അമൽ, മന്ത്രി അവസാനമായി പറഞ്ഞ 15 പേരുടെ പ്രത്യേക ടീം, നിരോധനാജ്ഞ, ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് അവിടെ ഈ കുരിശ് സ്ഥാപിച്ചത്. ഇപ്പോൾ എന്തായാലും വകുപ്പ് ഇടപെട്ട് കുരിശ് നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ എല്ലാ നിയന്ത്രണങ്ങളും കർശനമായ നിരീക്ഷണവും നിലനിൽക്കെ ഈ നിയമലംഘനം നടത്താനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നത് മറച്ചു വയ്ക്കാൻ കഴിയില്ല. വാഴൂർ സോമൻ അദ്ദേഹം തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 3.5 വർഷത്തിനിടെ അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ വേണ്ട രീതിയിലുള്ള ഇടപെടൽ, ജാഗ്രത സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ലേ MLA സൂചിപ്പിച്ചത്? ഈ വിഷയത്തിൽ കെ രാജൻ ഈ ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരുന്തുപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച വിഷയം സംസാരിച്ചത്. മാധ്യമങ്ങളിൽ തുടർച്ചയായി ഇത്തരം വാർത്ത വരുന്നു. മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്തയാണ്. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന കാര്യം മന്ത്രി പറഞ്ഞു. ആ വാർത്തയ്ക്ക് പിന്നാലെ നടപടി എടുക്കണം എന്നൊരു നിർദ്ദേശം അവിടുത്തെ കളക്ടർക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപടി പുരോഗമിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. വാഴൂർ സോമൻ MLA, പീരുമേട് MLA ആ വിഷയത്തിൽ ഇടപെട്ട് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശബ്ദം ഒരല്പം കൂടുതലായിരുന്നു. അതിനാൽ തന്നെ സ്പീക്കർ ആ വിഷയത്തിൽ ഇടപെട്ടു. വാഴൂർ സോമനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്നുള്ളതായിരുന്നു വാഴൂർ സോമന്റെ മറുപടി. അങ്ങനെ സംസാരിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല എന്ന് സ്പീക്കർ തിരിച്ചും പറഞ്ഞു. അതിനുശേഷമാണ് തന്നെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്, അതിനാൽ തനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വാഴൂർ സോമൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അവിടുത്തെ കയ്യേറ്റം സംബന്ധിച്ച വിഷയത്തിൽ കൃത്യമായി തന്നെയുള്ള അതൃപ്തി റവന്യൂ വകുപ്പിനെതിരെ പ്രകടിപ്പിക്കുകയാണ് വാഴൂർ സോമൻ MLA. കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയം അവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു വർഷം മുൻപ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതാണ്. അന്ന് കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ വിഷയത്തിൽ നടപടി വേണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോഴാണ് പിന്നീട് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. തങ്ങളെ ചെളിവാരി എറിയാനുള്ളൊരു മാർഗമായി കൂടി ഈ വിഷയം ഇപ്പോൾ ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തത നൽകണം എന്നുള്ളതായിരുന്നു CPI-യുടെ മന്ത്രിയോട് CPI-യുടെ MLA തന്നെ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകളും കൃത്യമായി തന്നെ വാഴൂർ സോമൻ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് അവിടെ വന്നുപോയ തഹസിൽദാർമാരുടെ എണ്ണം 5ആണ്. എല്ലാ തഹസിൽദാർമാരുടെ എണ്ണവും 5ആണ്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ മാറിപ്പോകുമ്പോൾ ഒരു നടപടിയും അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാഴൂർ സോമൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ വാഴൂർ സോമനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വിമർശനങ്ങൾ വാഴൂർ സോമനെതിരെ കൂടി വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് വാഴൂർ സോമൻ കൃത്യമായി സഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും വിഷയത്തിൽ വ്യക്തത വേണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. മന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ, മാതൃഭൂമിയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ വിഷയത്തിൽ ഇടപെടൽ നടത്തി 15 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു
സംഘത്തെ നിയോഗിച്ചു. അവിടെ ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്, ഇവർക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് വാഴൂർ സോമൻ വ്യക്തമാക്കിയത്. അതിനുശേഷം എന്തായാലും ക്ഷമിക്കണം, റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വാർത്താസമ്മേളനം നടത്താനായി മീഡിയ റൂമിലേക്ക് എത്തുകയാണ്. ഈ വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ കൂടി പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ്.